ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമർ ഗേൾ. അപ്പം നമ്മൾ തന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. ഇതിൻ്റെ അകത്തൊരു മോഡുമായിട്ടാണ്. എന്തുവാ ടോർച്ച് പൊട്ടിക്കുമ്പോൾ നോക്കി എൻ്റെ തോപ്പേറ്റം കിട്ടും. കുറേ സൗണ്ട് ഉണ്ടെങ്കിൽ അതിനൊന്ന് ക്ഷമിക്കണേ. എന്തുവാ ഓണമൊക്കെ അല്ലേ, ഹാപ്പി ഓണം എല്ലാവർക്കും. ഓണം ആയതുകൊണ്ട് പുലികളിക്കാർ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1.21 വേർഷൻ. നമ്മുടെ 1.21 നമ്മൾ കളിക്കുന്നത്. പുറകിലുള്ള നോയ്സ് എന്നോട് ക്ഷമിക്കണം. അത് അവിടെ ചെണ്ടോട്ടുകാരുണ്ട്, അതിൻ്റെയാ. അതുകൊണ്ട് സോറി അബൌട്ട് ദാറ്റ്. അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ നിന്നയാ. ഓക്കെ, നമ്മുടെ വേൾഡ് എഴുതി കാണിച്ചത് എന്താണെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, ഇപ്പൊ തന്നെ ഉണ്ട് ഇവിടെ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിവിടെ ടോർച്ച് പൊട്ടിക്കുമ്പോ ഓപ്പി ഐറ്റംസ് അത്രയ്ക്ക് ഓപ്പി ഐറ്റംസ് കിട്ടിയേ. ഫ്ലെയിം 5, അൺബ്രേക്കിംഗ് 3, ഫ്ലെയിം 5, 5 പവർ 5, 5 ടു മെൻഡിങ്. നമുക്കപ്പോ ഇവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ട്, സ്റ്റോൺ മൈൻ ചേർക്കുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് കുറച്ചധികം സ്റ്റോൺ മൈൻ ചെയ്യാം. എന്തായാലും ശരിക്കും സ്റ്റോണിന്റെ ആവശ്യമുണ്ട്. പിക്കാക്സ് ഫുൾ സെറ്റ് ടൂൾസ് ആണ്. പിന്നെ കുറച്ച് ടോർച്ച് മേടിച്ചാണ്. അപ്പോൾ വില്ലേജ് കൊണ്ട് പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കോള് കിട്ടിയിലേക്ക് നമ്മള് ഒറ്റ മൈൻഡ് വുഡ് ബേൺ ചെയ്യും. അങ്ങ് മരത്തിന്റെ മടക്കോട്ട് കയറിയിട്ട് അടുത്തൊരു നല്ല സ്ഥലം ഉണ്ടോ നോക്കിയിട്ട്. ഇത് പൊങ്ങുന്നതിന് ഇച്ചിരി ചെറിയ പാടുക്കോ, അത്രയ്ക്ക് വലിയ പാർക്കോറിസ്റ്റൊന്നും അല്ല നമ്മള്. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി ചെയ്ത് ഗെയ്സ്. ഓക്കെ, അവിടെ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങോട്ട് പോവാം. ഇവിടെ 2 ആടിഞ്ഞ കാണാം. ആഹാരം നമ്മൾ കുറച്ചധികം ഫുഡ്സ് എടുത്തിട്ടുണ്ട്. കുറച്ചധികം അല്ല, 2-3 എണ്ണം. പിന്നെ കുറച്ച് ഗോൾഡൻ ആപ്പിൾസും ഉണ്ടല്ലോ. 14 ബോയ് ഉണ്ട്, അല്ല 14 ആരോ ഉണ്ട്. പിന്നെ ബോയും ഉണ്ട്. അത് എൻചാൻമെന്റ് ബോ. അപ്പൊ ഇത്ര ഓപ്പി ആവുമെന്ന് ഞാൻ ഓപ്പി ആയിരിക്കും പ്രതീക്ഷിച്ചു, പക്ഷെ ഇത്ര ഓപ്പി ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓക്കെ, 2 പൂള് കിട്ടി. ഇവിടുന്ന് കുറച്ച് വുഡ് മൈൻ ചെയ്യണം. നമ്മളിവിടുന്ന് ഇച്ചിരി ഫുള്ള് മൈൻ ചെയ്തില്ല, ഇച്ചിരി മൈൻ ചെയ്ത്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, കുറച്ച് സ്റ്റിക്സ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഒരു സ്റ്റോണിന്റെ പിക്കാക്സ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെച്ചാൽ ഒരു ഫർണസ് ആണ്. ഫർണസ് ഉണ്ടാക്കിയിട്ട് ഫർണസ് എടുത്ത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് വുഡ് വെച്ച് സ്മെൽറ്റ് ചെയ്യാം.
അപ്പൊ നമുക്ക് ചാർക്കോൾ കിട്ടും. ആ ചാർക്കോൾ വെച്ച് നമുക്ക് കോളും ഉണ്ടാക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു ചെറിയ ഹോള് കാണാം. അപ്പോൾ മൗണ്ടന്റെ ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റോണും കൊണ്ട് മൈൻ ചെയ്ത് നമ്മുടെ ഫുൾ സെറ്റ് സ്റ്റോൺസിന്റെ ടൂൾസ് ആക്കുക. അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കേസ് കുറച്ച് കോള് മൈൻ ചെയ്തിട്ട് ടോർച്ച് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, കുറച്ച് ടോർച്ച് അങ്ങോട്ട് ഉണ്ടാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടില്ല. നമുക്ക് ഇവിടെയും ഇവിടെ ഒരെണ്ണം നമുക്ക് രാത്രി അവിടെ വെട്ടത്തിനിട്ട് പ്ലേസ് ചെയ്യാം. പിന്നെ ഇതിവിടെ വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ ഗൈസ് ഡയമണ്ട് പിക്ക് ആക്സ് എൻചാൻമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് കിട്ടിയപ്പോ? നെതറൈറ്റ് ഇത്ര OP ആണെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഇത്ര OP ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. മ്യൂസിക് സ്കിൻ, നെതറൈറ്റ് സ്ക്രാപ്പ്, ചെസ്റ്റ്, ഗോൾഡൻ ചെസ്റ്റ്, റെയിൽ കിയ. ശരി, ലാസ്റ്റത്തെ ഇത് എത്രയാണ് പൊട്ടിക്കാൻ? എന്തുവാ? ക്യാറ്റിന്റെ സ്പോണർ ഇതെന്തുവാ? ആർമർ ട്രിം നമുക്ക് നമ്മുടെ എല്ലിടം. എൻചാൻമെന്റ് ഉണ്ടോ? എൻചാൻഡിങ് ഉണ്ട്. ഇതിന് ഫീൽഡ് ടച്ച് ഫിറ്റ്, എഫിഷ്യൻസി 5. ഇതിന് എഫിഷ്യൻസി 5 ഒക്കെ ഉണ്ട്. അപ്പൊ ഇതും കയ്യിലിരിക്കട്ടെ. ഫുഡ് ഇത് വേണ്ട. ക്യാറ്റ് സ്പോണറിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. അതിലും നല്ലൊക്കെ സാധനം കാണും. കയ്യിലിപ്പം എന്ത്? ഐസോ ഫെൻഡർ വേണം. ഇതെന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കളയുക. ഡയറക്റ്റ് പോട്ട്, ഇത് പോട്ട്, ഇത് നമുക്ക് ഇതെല്ലാം കോളാക്കിയിട്ട് സോറി ഫുള്ള് ടോർച്ചാക്കാം. ഇതിന്റെ അകത്തിൽ ലൂട്ട് കാണുവോ? അതെനിക്കറിയത്തില്ലായിരുന്നു. നമുക്ക് കുറച്ച് സാധനമൊക്കെ ഇങ്ങോട്ട് തന്നെ മാറ്റി വെക്കാം. സ്ക്രാപ്പും കിട്ടിയായിരുന്നു. ഇത് ഇരിക്കട്ടെ. പിന്നെ ഇതെന്തോ ഇത് നമ്മൾ ഇവിടെ നിന്ന് കുറച്ചധികം ലൂട്ടുന്നുണ്ട്. ഓക്കെ, ട്രൈ സൗണ്ട് ഇച്ചിരി ഓവർ.
ഇച്ചിരി ഒന്ന് കുറയ്ക്കാം. തോട്ടൊക്കെ എനിക്ക് ഓക്കെ. ഈ പ്രാവശ്യം തരുന്നേക്ക് ഇപ്പൊ തരുന്നതിലും കുറച്ചും കൂടെ കൊള്ളാം. ഏൻഷ്യൻ ഡെബ്രിസ് ഒക്കെ കിട്ടി. ഇതുകൂടെ ഇവിടെ വെച്ചു നമ്മള്. ഇതൊക്കെ ആവശ്യമുണ്ട്. എനിക്കത് കുറെ ചവറ് ഇത് ആവശ്യമുണ്ട്. ഇതൊക്കെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇതെന്തൊക്കെ ടർട്ടിലോ? ഓക്കെ കേസ് ഒഫീഡയും കിട്ടി. നെതറൈറ്റ് ഹെൽമെറ്റ് കിട്ടി. പിന്നെ എന്തുവാ ഡയമണ്ടിന്റെ ബൂട്ട് എപ്പോഴും കിട്ടിയായിരുന്നു. നെതർ സ്റ്റാർ കിട്ടി. ഇപ്പോഴേ ബീക്കണൊക്കെ പണിയാണെന്ന് തോന്നുന്നു. എല്ലാത്തിനോട് ലൂട്ടായിട്ടുണ്ട്. ബ്ലേസ് മോണക്ക് ഇത് ഗോൾഡൻ ആപ്പിളും എൻചാൻമെന്റ് ഗോൾഡൻ ആപ്പിളും കിട്ടി. ഓക്കെ നമുക്ക് ഓക്കെ കേസ് രാത്രിയായി. എന്ത് പോഷൻ ആയിരുന്നു? എന്തോടത്ത് പിടിച്ചോക്കെ ഇതും കൂടെ അടുത്ത് ഇതിൽ തന്നെ വെക്കണമെന്നുണ്ട്. പക്ഷെ സ്ഥലമില്ല. ആശയില്ലാത്ത ഒരുപാട് സാധനമുണ്ട്. ഓക്കെ നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. ഓക്കെ സോംബീസ് മോണുണ്ട്. സോംബിട്ട് പോസ്റ്റ് വലിച്ചിട്ട് ഓക്കെ ഇനി ഇത് വെച്ചടിക്കുക. എനിക്കൊന്ന് കേസിന് ചാകാറായി. എനിക്ക് തോന്നുന്നു ഞാൻ ചാകാറ്. ഊക്കിക്ക് അര ഹാർട്ട്. ഗോൾഡൻ ആപ്പിൾ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഒരു മെയ്സും കിടക്കുന്നു. എനിക്ക് ഈ മെയ്സ് വേണം. നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനമൊക്കെ കളയാം. ഓക്കെ അങ്ങനെ ആ മെയ്സ് ആയി കിട്ടി. ഇനി ആർക്കാ വരണ്ടേ? ചാടി അടിക്കാനൊന്നും പറ്റുന്നില്ല പഴയതുപോലെ. ഒരു ചെസ്റ്റും കൂടെ കിട്ടിയായിരുന്നല്ലോ. ഓക്കെ ആ ചെസ്റ്റും കൂടെ ഇവിടെ വെച്ച് ഇതൊരു ഡബിൾ ചെസ്റ്റ് ആക്കാം. ഇത് ഇവിടെ തന്നെ അടിക്കട്ടെ. ഇതും കയ്യിലിരിക്കട്ടെ. 35 ഡയമണ്ട് കിട്ടി. ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആകാം. ഇതും കയ്യിൽ. ഓക്കെ സീലാൻഡിനും കയ്യിലിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ ഫുൾ ലൈറ്റ് ചെയ്യാം നമുക്ക്. വാട്ടർ പോയിന്റ് കയ്യിലിരിക്കട്ടെ. ഇതിന് ഷാർപ്നെസ് ഉണ്ട്. അപ്പൊ ഇത് കയ്യിലിരിക്കട്ടെ. അറ്റാക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ അത് ചെയ്തിരിക്കട്ടെ നമ്മുടെ. ഓക്കെ ഇതിനെ എടുത്തിട്ട് ഇവിടെ ഫുള്ളൊന്ന് ലൈറ്റ് അപ്പ് ചെയ്യും. ഇവിടെ ഇനി പുതിയ മോക്കൊന്നും സ്പോൺ ആകാതിരിക്കെ. എല്ലാം ലൂട്ട് കൊടുത്തില്ല. എടുത്ത് ഇതിൻ്റെതൊക്കെ സ്ഥലവും ഇല്ല ഗേസ്. ഈ കാണിച്ച പരിപാടിക്ക് അവനെ അടിച്ച് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഗേസ് നമ്മളത് ചെയ്തേ.
ഇത് കോളല്ലേ? റിപ്പോർട്ടിനുള്ള സാധനം സെറ്റ് ആകട്ടെ എന്നാല്. 1 2 3 1 2 ഒറ്റ കൂടെ വേണമായിരുന്നു. 10 മതിയായിരുന്നു. നമ്മുടെ അഹങ്കാരമാ. ഒരു കാര്യം ചെയ്യാം, ടോട്ടെടുത്ത് കൈ പിടിക്കാം. ടോട്ട് ഓഫ് ഹാൻഡിലും പിന്നെ വെക്കാം. കൈ ഡയമണ്ട് ഓർ കാണണമല്ലോ. ഇതും മാറ്റണോ? ഡയമണ്ട് ഓർ അടുത്ത് ഇതി വെച്ചിട്ട് ഫേവറായിട്ട് കൊടുക്കും. മലരി ഗെയിംസ് നമ്മുടെ എല്ലാം പോയി. എല്ലാന്ന് വെച്ചാൽ എല്ലാം. ഡയമണ്ട് ഓർ തിരിച്ച് കൈ കിട്ടി. ഇനി ഫർണസും കൂടെ വേണം. ഗ്ലാസ് ബോട്ടിൽ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഫർണസും കിട്ടി. ഫർണസിൻ്റെ അകത്ത് ഡയമണ്ട് ഓറും എന്ത് ഫ്യൂലായിട്ട് കൊടുക്കും? സ്ട്രിങ്ങൊന്നും ഫ്യൂലായിട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇതൊന്ന് ഈ ഒരു ഫുൾ നമുക്കപ്പോൾ ബ്ലോക്സ് എന്തായാലും കളയണം. അപ്പം അതിനായിട്ട് നമ്മൾ കയ്യിലിരിക്കുന്ന വുഡ് മൊത്തത്തിൽ കൊടുക്കുക. ഇതല്ലേ നല്ലത്? ഓക്കെ ഗീസ്, അപ്പോൾ വുഡെല്ലാം എടുത്ത് ഫ്യൂലായിട്ട് കൊടുക്കുക. ബ്ലോക്ക് ഓഫ് കൂൾ വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേരം ബേൺ ആവും. പക്ഷേ അത് നല്ല ബ്ലോക്ക് ഓഫ് കൂൾ എടുക്കുന്നത് നല്ലയാ. ഓക്കെ, ഒരു പീസ് ഡയമണ്ട് കിട്ടി. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടുന്ന് കോൾ എടുക്കാം. കോഡ് ഇവിടെ കൊടുക്കാം. 2 ഡയമണ്ട് കിട്ടി. നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത ഇങ്ങോട്ട് കളയാം. നമ്മളിപ്പോ നോർമൽ വേൾഡിലായിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് ആവശ്യം വന്നേനെ. പക്ഷേ ഡെബ്രിസ് പോയി. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ടർട്ടിൽ മസിൽ അതിന്റെ ഇതും പോട്ടെ. എല്ലായിടത്തും ആ കുഴിയിലിട്ടു. എന്ത് ഇപ്പൊ പിക്ക് ചെയ്തേ? എന്തെങ്കിലും അടുപ്പില്ലേ? നമ്മുടെ കയ്യിൽ ഇപ്പൊ തന്നെ 6 ഡയമണ്ട് ആയി. ക്രാഫ്റ്റിംഗ് ടേബിളും പോയാകെ. അതിൻ്റെ ഇടയ്ക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും പോയി. നമ്മുടെ ചെത്തിനകത്ത് വല്ല ബ്ലോക്സ് ഉണ്ടോ നോക്കട്ടെ. TNT ഇരിപ്പുണ്ട്. ബ്ലോക്ക് ഐറ്റംസ്. ഓക്കെ കേസ്, അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റോൺ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി ഇവിടെ നിന്ന് വീണ് ഇത് എടുക്കാതിരിക്കാൻ ഇതിന്റെ ഒരു മറപണിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പ്രശ്നമാണ്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇതെങ്ങനെ വെക്കാം? ആവശ്യമില്ലാതെ ഇവിടെ ഒരുപാടെണ്ണം ഇരിക്കുന്നത്. ഇവിടെ 2 പൂച്ചന്റെ ഇത് രണ്ടും എടുത്ത് ചെത്തിലോട്ട് വെച്ചിട്ട് പൂച്ചയുടെ പറഞ്ഞിട്ട് ക്യാറ്റിനെ കാണുന്ന ക്രീപ്പറിന്റെ പേടിയല്ലേ? ജീസൊക്കെ ക്രീപ്പറും എടുത്തില്ലല്ലോ. അങ്ങനെ കണ്ടില്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു 2 എപ്പിസോഡായിട്ട് തീർക്കാം. ചന്ദ്രനൊക്കെ കണ്ടോ? റൗണ്ട് ഷേപ്പില്. ഓക്കെ ഗൈസ്, അതായത് അവൻ നമ്മളെ കണ്ടപ്പോ പേടിച്ചോടി എന്ന് വേണം പറയാൻ. ഞാൻ മെയ്സ് ഉപയോഗിക്കാൻ നോക്കിയതൊക്കെ കാണുന്നില്ല. ഒരു കാര്യം ചെയ്തിട്ട്
എന്താ കേസ് ഇപ്പൊ നടന്ന് എന്തേലും നടന്നായിരുന്നു? എന്റെ രാവിലെ എന്റെ ഇതുണ്ടായിരുന്നു, ചീറ്റ്സ് ഉണ്ടായിരുന്നു. എന്റെ തെറ്റായിരുന്നു. കുഴപ്പമില്ല. ഐസ് ഓപ്പൻഡറൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തോത്തിനാണാവോ. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും വേണം. നമ്മുടെ കയ്യിലുള്ള എല്ലാം ഫ്രീ ആക്കട്ടെ. ഇതൊന്നും കഴിച്ചിട്ടൊരു കാര്യമില്ല. നോക്കി ഇതിന്റെ പവർ. നമ്മള് റോക്കറ്റ് കളിക്കുക. സോറി, റോക്കറ്റ് കളിക്കുവായിരുന്നു. റോക്കറ്റ് അല്ല, ഈ ടൂൺ കേട്ടോ, ഒരു ക്ലാസിക് ടൂണ്. എനിക്ക് ഇത് കേൾക്കുമ്പോ പണ്ടത്തെ മൈൻക്രാഫ്റ്റിന്റെ കാര്യമൊക്കെ ഓർമ്മ വരും. ഞാൻ പണ്ട് തൊട്ടേ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആളാ. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു 2 ഡയമണ്ടും കൂടെ. 2 ഡയമണ്ട്. ഓക്കെ ഗെയ്സ്, നമ്മള് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ഉണ്ടാക്കി. എന്തോത്തിനാണെന്ന് അറിയില്ല. ഷൂ ഒക്കെ കയ്യിലൊക്കെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഹെൽമെറ്റ് ജനറേറ്റിന്റെയും കിടപ്പുണ്ട്. കുഴപ്പമില്ല, ഫുൾ സെറ്റ്. ഒരു കാര്യം ചെയ്യാം, ഇത് ഭയങ്കര വില കൂടിയ ഐറ്റം ആയതുകൊണ്ട് ബൈ ബൈ. എൻ്റെ ഓർമ്മകൾ. ഇത് നമുക്കുള്ള ഡയമണ്ടിന് എല്ലാത്തിനും കൂടെ വെച്ച് ടൂൾസ് ഉണ്ടാക്കാം. പറഞ്ഞോണ്ട് ടൂൾസ് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റിക്ക് വേണമല്ലോ. ഇതിന്റെ അവസ്ഥ ഒന്ന് നിങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആവശ്യത്തിനുള്ള എല്ലാ സാധനവും ഉണ്ട്. ഒരു ഡയമണ്ടിന്റെ പിക്കേക്സ് ഉണ്ടാക്കിയായിരുന്നെങ്കിൽ എതിരി പോയായിരുന്നു. എനിക്ക് ഫസ്റ്റ് എന്റെ പോർട്ടല് കണ്ടുപിടിക്കണം. എന്റെ പോർട്ടല് ഞാനൊന്ന് ക്രിയേറ്റീവിലോട്ട് ആകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ചെയ്യുന്ന തെറ്റാ അല്ലേ? തെറ്റാണ്. ഞാൻ പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കിക്ക്. ഓക്കെ, ഞാനിപ്പോ പൊട്ടിക്കട്ടെ. സമയം എടുക്കുന്നു. ഈ മൈൻക്രാഫ്റ്റിനെ പറ്റി പറയുവാണെ, പണ്ടൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല ഗ്രാഫിക്സ് ഒന്നും അല്ല. ഓക്കെ, അത്രയ്ക്ക് നല്ല ഗ്രാഫിക്സ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ടെക്സ്ചർ പാക്ക്, മോഡ് പാക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. പണ്ടത്തെ മൈൻക്രാഫ്റ്റ് അത്രയ്ക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഈ ടോർച്ച് ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ട്. എൽഡർ ഗാർഡിയനെ സ്പോൺ ആക്കിയാലോ. പിന്നെ അങ്ങോട്ട് സ്പോൺ ആക്കും, ഇല്ലെങ്കിൽ നമ്മുടെ നമുക്ക് അവനെ കൊന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയോ കിട്ടി. എന്താ ഐസ് ക്യൂബ്? ഇത്രയും നാളായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കും. കുഴപ്പമില്ല, നമുക്കെല്ലാം ശരിയാക്കാം. മൈനിങ് ഗിഫ്റ്റ് കിട്ടി. അപ്പൊ ഒരുപാട് സമയം എടുക്കും ഈ ഒരു കൂട്ടിന്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.
സോറി, ഞാൻ കുറച്ച് എത്തിക്കുന്നു. അപ്പുറത്തോട്ട് കുറെ പിള്ളേർ വന്ന് അവരുടെ അടുത്തോട്ട് ഒരു കാര്യം പറയാൻ പോയത് ഞാൻ നിങ്ങളുടെ കാര്യം മറന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോ തിരിച്ചു വന്നു. ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റൊന്നും ഇല്ല, പേടിക്കണ്ട. നമ്മളിനി എന്തോ ചെയ്യാനാ കേസ്, നമുക്കപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതായിരിക്കും നല്ലത്. മൈനിങ് എഫക്റ്റും കിട്ടി. ഒരു എത്ര മിനിറ്റ് ഇത് ശരി പാടാണ്. നമ്മളങ്ങനെ മേടിലെത്തി. പറക്കുന്നുണ്ട് എനിക്കൊരു ഫീലിക്ക്. അല്ലല്ലല്ല, അപ്പോൾ നമ്മളുടെ സ്കിന്ന് കാണിക്കാൻ പറ്റത്തു, ഡ്രീവിയുടെ സ്കിന്ന്. രണ്ട് കാര്യം ചെയ്യട്ടെ. തുമ്മല് തന്നെയാ. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ മതി, പക്ഷെ ചീറ്റ്സ് ഓൺ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ അടിക്കുവാണ്. ഇത് അതിരിക്കുന്ന കോർഡിനേറ്റ്സ് കിട്ടും. കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ TP കമാൻഡ് അടിക്കാൻ അറിയാവോ? ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ചെയ്യുമ്പോഴേ ഇവര് എക്സും വൈയും ഒക്കെ കാണിച്ചു തരത്തോളൂ, അതുകൊണ്ട് ഇച്ചിരി പ്രശ്നമാണ്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കണം എത്ര ആണെന്ന്. -1214, പിന്നെ വൈ -2190. 2000 ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നടുക്കത്തെ എന്തെന്ന് അറിയത്തില്ല. അപ്പൊ അതിനു മുമ്പേ നമ്മള് ബിക്കോസ് അവിടെ എത്ര അടിയിലാണെന്ന് അവർ കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മള് അതനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ക്രിയേറ്റീവിലോട്ട് മാറി. ഓക്കെ, ഇനി നമുക്ക് TP അടിക്കാം. പെട്ടെന്ന് എൻ്റർ ഡ്രാഗനെയൊക്കെ കൊല്ലണം അല്ലേ. /TP -1214. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ബൈ.